ലോകമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരമാണ്. അവർ എന്ന് തിരിച്ചെത്തും. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും എന്ന് മടങ്ങാനാകും? ഒരു ചരിത്ര ദൗത്യം, വാണിജ്യ ബഹിരാകാശ പറക്കലിനുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലാകാൻ സാധ്യതയുള്ള പരീക്ഷണം ഇപ്പോൾ ആശങ്കയിലാണ്. ജൂൺ 14 മടങ്ങേണ്ട പേടകത്തിന്റെ മടക്കയാത്ര ഇതാ 4ാം തവണ മാറ്റിയിരിക്കുകയാണ്. ജൂൺ 5 സ്റ്റാർലൈനർ ക്രൂവുമായി ബഹിരാകാശത്തേക്ക് തിരിച്ചത്. ഒരാഴ്ച നീളുന്ന ബഹിരാകാശവാസവും ഗവേഷണവുമായിരുന്നു ലക്ഷ്യം. ജൂൺ 14 തിരിച്ചെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് അത് 22ലേക്കും തുടർന്ന് 26ലേക്കും മാറ്റുകയായിരുന്നു. ഇപ്പോഴിതാ തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ജൂലൈ 2 ശേഷമേ തിരിച്ചെത്തൂ എന്നാണ് നാസ അറിയിക്കുന്നത്. പേടകം തിരികെ എത്തിക്കാൻ സഹായിക്കുന്ന റോക്കറ്റുകളുടെ തകരാറും ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇന്ധനമായ ഹീലിയം ചോർച്ചയും കണ്ടെത്തിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. പേടകത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ദിശ മാറ്റുന്നതിനുമായി 28 ചെറിയ റോക്കറ്റുകളാണ് സ്റ്റാർലൈനറിൽ ഉള്ളത്. ഇതിൽ 5 റോക്കറ്റുകൾക്കാണ് നിലവിൽ തകരാറുള്ളത്. ഇതിനു പുറമെ 5 ഹീലിയം ചോർച്ചയും കണ്ടെത്തിയിട്ടുണ്ട്. പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ 14 ചെറിയ റോക്കറ്റുകളുടെ സഹായത്തോടെ മാത്രമേ സുരക്ഷിതമായി പേടകത്തിന് ഭൂമിയിലെത്താൻ സാധിക്കൂ. 87 ഫ്ലൈറ്റ് ടെസ്റ്റ് ലക്ഷ്യങ്ങളിൽ 77 നിലവിൽ സ്റ്റാർലൈനർ പൂർത്തിയാക്കിയെന്നും ശേഷിക്കുന്ന സമയത്തിൽ ബാക്കിയുള്ള 10 പൂർത്തീകരിക്കുമെന്നും ബോയിംഗ് സംഘവും അറിയിച്ചിട്ടുണ്ട്. അതേസമയം നാസയ്ക്ക് ഈ സാങ്കേതിക തകരാറുകൾ നേരത്തെ അറിയാമായിരുന്നുവെന്ന ഗുരുതര ആരോപണങ്ങൾ സംഭവത്തെ ചുറ്റിപ്പറ്റി പുകയുന്നുണ്ട്. സാങ്കേതിക തകരാറുകൾ പഠിക്കാനും പരിഹരിക്കാനും നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷമാണ് ബോയിംഗ് സ്റ്റാർലൈനർ പ്രവർത്തനക്ഷമമായത്. വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 2 വർഷത്തിലേറെയായി കാലതാമസം നേരിട്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിന്റെ ആദ്യ ക്രൂഡ് ഫ്ലൈറ്റാണിത്. അതായത് മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര. ദൗത്യം വിജയിച്ചാൽ ഭാവിയിൽ ബഹിരാകാശ വിനോദസഞ്ചാരികളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള കൂടുതൽ സാധ്യതകൾക്ക് വഴി തെളിയിക്കുന്ന ഉദ്യമം. ക്രൂഡ് സ്റ്റാർലൈനർ ലോഞ്ചിന്റെ പ്രധാന വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ക്യാപ്സൂളിന് ഏകദേശം 10 അടി ഉയരവും 15 അടി വ്യാസവുമുണ്ട്. 7 പേരെ വരെ ഉൾക്കൊള്ളാനും സാധിക്കും. എന്നിരുന്നാലും നാസയുടെ ക്രൂ സാധാരണയായി 4 പേരായിരിക്കും. ബോയിങ്ങിന്റെ ആദ്യകാല സ്ട്രാറ്റോ ലൈനറിന്റെയും നിലവിലെ ഡ്രീം ലൈനറിന്റെയും പേരിന്റെ ഒരു ട്വിസ്റ്റാണ് സ്റ്റാർലൈനർ എന്ന പേര്. കാലതാമസം വർദ്ധിച്ചപ്പോൾ യഥാർത്ഥ ക്രൂ പിൻവാങ്ങിയ ഒരു നിർണായക ഘട്ടത്തിലായിരുന്നു നാസയുടെ വിരമിച്ച നേവി ക്യാപ്റ്റന്മാരും മുതിർന്ന ബഹിരാകാശ യാത്രികരുമായ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഈ പരീക്ഷണ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത്. ഇരുവരും ക്യാപ്സൂളിന്റെ വികസന പ്രക്രിയയിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പേടകത്തിന്റെ സങ്കീർണതകൾ പരിഹരിക്കുന്നതുവരെ സുനിത വില്യംസും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരേണ്ടി വരും. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടത്തിവരികയാണ് നാസയും ബോയിംഗ് സംഘവും. പ്രകാശവർഷങ്ങളുടെ ദൂരത്തിനും അപ്പുറം അവർ സുരക്ഷിതരാണ്. ബഹിരാകാശ രംഗത്ത് പുത്തൻ അധ്യായങ്ങൾ രചിച്ച് പ്രിയപ്പെട്ടവർ മടങ്ങിയെത്തട്ടെ. അവർക്കായി കാത്തിരിക്കാം.